ചിരിക്കല്ലേ നിനക്കറിയാം. അഞ്ജലി അതൊക്കെ അത്രേ ഉള്ളൂ. നീ എന്ത് കോപ്പിലെ പരിപാടി കാണിച്ചത്? എന്താ നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം? നിന്റെ പാർട്ടിക്ക് വേണ്ടിട്ട് നീ എനിക്കിട്ട് ഉണ്ടാക്കിയല്ലേ? എന്തുണ്ടാക്കിയെന്ന്? അതിനാ നിന്റെ ഫോട്ടോ ഒന്നുമല്ലല്ലോ ഫ്ലാഷ് ആക്കിയത്. ഇടി നിനക്ക് അറിയാൻ വളഞ്ഞിട്ടാണ്. ഫസ്റ്റ് ഇയർ ആയിട്ട് പുള്ളിനെ ഒരു അനിയനെ പോലെ കണ്ടാണെന്ന് കൂടെ കൂട്ടിയത്. ആ ഫോട്ടോ എങ്ങനെ എന്റെ കയ്യിൽ നിന്നാണ് ലീക്കായെന്ന് എങ്ങനെ പുള്ളി അറിഞ്ഞാ തീർന്നു. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കണത്? എടി നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? പുള്ളി ഇപ്പൊ ഇങ്ങനെ കെട്ടിയെടുക്കും നമ്മുടെ പാർട്ടി. ഏത് പട്ടിപ്പിരിയാടി മോനാടാ എന്റെ ഫോട്ടോ വാട്സാപ്പിൽ ലീക്ക് ആക്കിയത്? ആരാന്ന് വെച്ചാ പറയടാ മോനെ. ഞാൻ കള്ളു കുടിക്കും, വേണ്ടി വന്നാ കഞ്ചാവ് അടിക്കും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. നിന്റെയൊക്കെ മെക്കിട്ടേറാൻ ഞാൻ വന്നിട്ടുണ്ടോ? എന്താടാ? മറ്റന്നാളുള്ള ഇവിടുത്തെ ചെയർമാൻ ഇലക്ഷൻ കണ്ടിട്ടാണ് ഈ തന്തയില്ലായ്മ തരന്ന് എനിക്കറിയാ. അതുകൊണ്ട് ആരാന്ന് വെച്ചാ ഇപ്പൊ പറഞ്ഞു. ഞാനായിട്ടെങ്ങാനും കണ്ടുപിടിച്ച പെരിയാടി മക്കളെ നിന്റെയൊക്കെ വീട്ടിൽ കയറി പുളി ചോണ്ടി അറിയാലോ. ഞാനാ ഓക്കെ അല്ലേ? താങ്കളാടോ അടിപൊളിയായിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യണോ? പിന്നെ പച്ച ഷർട്ടാണോ? എങ്ങനെ എടാ തുലി, അപ്പോ ഏതാണ് നമ്മുടെ പഴയ ഈശാൻ? അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിട്ട് എത്ര നാളെയല്ലേ. ഈ ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാം സേഫാണ്. ആഷിക ഭയങ്കര ഹാപ്പിയാടാ. പിന്നെ ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണല്ലോ. പടത്തിൽ നീ എന്തായാലും പൊളിക്കും. എന്താടാ? എടാ ഇത് വിജയ്, ഞങ്ങൾ ഒരുമിച്ച് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച CK മുഴുവൻ അസിസ്റ്റന്റാ. എടാ നിന്നെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പടത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അതില് നിന്നെ ഹീറോ ആയിട്ട്. അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ വലിയ നടനാവുന്ന നമ്മളൊന്നും മറക്കല്ലേ. ഞാനന്ന് റോബോട്ടിക്സ് ക്യാമറ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതിന്റെ ബഡ്ജറ്റ് കുറച്ച് കൂടുതലാണെന്ന്. അത് നടന്നില്ലെങ്കിൽ ആക്ച്വലി അതായിരുന്നു എൻ്റെ പ്ലാൻ. നമ്മളെ ഓക്കെടാ പോയിട്ടോ. ആക്ച്വലി ഞാൻ ആ സീൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ തൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു അത്ര ബഡ്ജറ്റ് നമുക്കില്ല. ഈ റോബോട്ടിക്സ് ക്യാമറ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ പരിപാടി നമുക്ക് നടക്കില്ല. നമുക്കത് സംസാരിക്കാം. ഇതിൻ്റെ സിഗ്ഗിരിപ്പുണ്ടോ? നമുക്ക് അങ്ങോട്ടൊന്ന് മാറിയെന്നിട്ട് വരിക. ഇവിടെ എല്ലാരും ഉണ്ട്. നീ എവിടെയാണ്? ഞാൻ ആഷിക്കേട്ടന്റെ ഫ്ലാറ്റിലാടാ. നാളെ അല്ലടാ റിലീസ്. മെയിൻ ക്രൂ എല്ലാരും ഇവിടെ ഉണ്ട്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. പടം ഹിറ്റാവും അതോ പണി പാളും? നിന്റെ അഭിനയം കണ്ട ആളുകൾ തന്തൊക്കെ വിളിക്കോ? ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കണം. നീ എന്തിനാടാ പുല്ലേ ദുബായിക്ക് പോയത്? നിങ്ങൾ 3 പേരുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം. ഇപ്പൊ എന്തായാലും ഇല്ല, അപ്പൊ അത് വിട്. ഷാനു, നീ ഒന്ന് ആലോചിച്ചോ. സിനിമ നിന്റെ ചോരയിലുള്ളതാണ്. നിന്റെ അപ്പൻ, നിന്റെ വല്യപ്പച്ചൻ എല്ലാം പോട്ടെ.
ആശിക്കാണ്ട് പടമല്ല, പിന്നെ എന്താ വേണ്ടത്? ഷാനു, നീ ചുമ്മാ നാലിച്ചു സ്കൂളിൽ നാടകം കളിക്കാൻ നേരത്ത് നാച്ചുറൽ ആക്കാൻ വേണ്ടിട്ട് അതിലിന്റെ കാരണം ശരിക്കും അടിച്ചു പൊട്ടിച്ച് നീയാണോ ബാലായി വിളിച്ച് ടെൻഷൻ പറയണേ? ഐ ലവ് യു. മതങ്ങ് എടാ, കല്ലടയ്ക്കാൻ ടൈമായി. ഞാൻ നിന്നെ വിളിക്കാം, അല്ലെങ്കിൽ വേണ്ട നീ എന്നെ വിളിക്കും. ഫസ്റ്റ് വേണ്ടി വിളിക്കും. ഓക്കെ, ഞാൻ വിളിക്കാമോ? ഷാനു, നിന്റെ ടൈം തുടങ്ങി മോനെ. നീ പൊളിക്കുമേ, അമ്മയുണ്ട് കൂടെ. ബൈ. ഷാനു, ഷാനു. ആ സർ. മച്ചന്മാരെ, ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ദിസ് വീഡിയോ is sponsored by KL രാജ, ഇന്ത്യസ് ബിഗസ്റ്റ് റെഡ് പ്ലേ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം. ഈ വീഡിയോയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വിസിറ്റ് എ വെബ്സൈറ്റ്. KL Raja, India's own red play platform. Be the king. പടം സൂപ്പർ ഹിറ്റായി, ബോത്ത് കമേഴ്ഷ്യലി ആൻഡ് ക്രിട്ടിക്കലി സക്സസ്ഫുൾ. ഞാനും ആ വിജയത്തിന്റെ ഭാഗമായി. ലൈഫ് വാസ് ഗുഡ്. Along with this part of my life, another chapter was running at the same time. Law College. എന്ത് കോലാടാ ഇത്? അവൻ്റെ തൊലിഞ്ഞ ജുബ്ബ ഒരു ടാറ്റു. നീ പഠിക്കാൻ തന്നെയാണോ കോളേജിലോട്ടിരുന്നേ? നീ എവിടുന്നാടാ അരി വാങ്ങിച്ചിരുന്നത്? അവനല്ലേ മറ്റേ സിനിമയിൽ അഭിനയിച്ചത്? ഡാ, ഇങ്ങോട്ട് വാടാ. വാടാ ഇങ്ങോട്ട്. ക്ലാസ്സിൽ പോടാ. ഓടാ ഓടാ. ഇവന് മനസ്സിലായില്ലേ? പൂഞ്ഞാറ് കേസിൽ 10 പേരെ ഇടിച്ച് ജയിലിൽ പോയവനാണിവൻ. പക്ഷേ അവനിടിച്ച 10 പേര് സംഘികളായിരുന്നു. നീയാണോ സിനിമ അഭിനയിച്ചേ? നീ എന്തിനാണ് ചിരിക്കുന്നേ? എന്താടാ മീശോരിക്കുന്ന? നാളെ വരുമ്പോ ഈ മീശയും താടിയൊക്കെ പഠിച്ചിട്ട് വന്നാൽ മതി. മീശയും താടിയൊന്നും പഠിക്കാൻ പറ്റൂല. എന്താടാ നീ പഠിച്ച ബ്ലേഡ് ഓടിഞ്ഞോ? അടുത്ത മാസം ഏട്ടൻ്റെ പടത്തിന്റെ ഷൂട്ട് തുടങ്ങണേനും. ഏട്ടനാ? ആ, ലാലേട്ടൻ. ലാലേട്ടനാ? ലാലേട്ടൻ്റെ സിനിമയോ? ആ. നിനക്കോ? അഭിനയോ? നിന്റെ പേരെന്നാ? ഇഷാൻ. ആഹാ, ബാ ഇരിക്കേ. ചോദിക്കട്ടെ? ഡാ, നമ്മടെ പയ്യനാ ഇവിടെ. ഡാ, നിന്നോടും കൂടെ. എന്നാ ഷൂട്ട്? അടുത്ത മാസം. ഡേറ്റോ? ഞങ്ങൾ സീനിയേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മതിടാ. ബ്ലാഡി പിന്നെ പോടാ ഓർക്ക് പിടിച്ച പെൺപിള്ളേരാള്. ഏതിനെ പുതിയ കിഡ്?
പഴയ കാലത്തെ എൻ്റെ വേദനകൾ ഞാൻ മറന്നുകൊണ്ടിരിക്കുമ്പോൾ വിധി അതിൻ്റെ പിടിയിൽ നിന്നും എന്നെ വിടാൻ തീരുമാനിച്ചിരുന്നില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം there she was, right in front of me. Oh my God, my very old 8th standard crush, this savior of my max exam, the girl with the loveliest smile, കാർക്കൂന്തൽ മുടിയുള്ള അന്നത്തെ എൻ്റെ ശാലീന സുന്ദരി മീര വാസുദേവൻ. എനിക്കറിയാടാ അവളെ. കള്ളപ്പന്നികള് മ്യൂച്വൽ ഫ്രണ്ട്സാ. എടാ ചിക്കൻ കറി വേണോ വറക്കണോ? ഏ എടാ കറി വെക്കണോ വറക്കണോന്ന്? ചപ്പാത്തി അല്ലേ? ഒരു കാല് വറുത്തോ, ബാക്കി കറിയാക്കിക്കോ. പിന്നെ ഫ്രൈ പൊടി വേണേ. എന്താടാ ഫോണിൽ നോക്കി ചിരിച്ചോണ്ടിരിക്കണ? കോമഡി ആണെങ്കിൽ വാട്സപ്പ് ചെയ്യടാ. ഞങ്ങളുടെ കുടുംബശ്രീയുടെ വാട്സപ്പിൽ ഇടാനാണ്. കോമഡിയാ, പക്ഷെ വാട്സാപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടുപല്ലോ ഒന്ന്. എത്രാം ക്ലാസ്സിലെ പ്രേമോടാ? ആലോചിച്ചിട്ട് പറയാട്ടാ. നീ ഒരുപാട് ആലോചിക്കേണ്ടി വരുമല്ലോ. ആ കറക്റ്റ് സമയത്ത് വിളിക്കണ്ടല്ല. ഹേ ജിംബാലേക്ക് ബിന്ദോലേക്ക് കക്കൂസ. ഹലോ ഡാ, ലൈറ്റില്ലേ ഒന്നും കാണല്ലോ. എടാ അമ്മു, നീ ദുബായിക്കാരനായപ്പോ ഈ പാമ്പലൂനെയൊക്കെ മറന്നാ? അതിനൊന്ന് കേക്കുള്ളവൻ. ഒരു മിനിറ്റടാ, പാല് പറഞ്ഞില്ലേട്ടാ. ഹലോ അമ്മോ, ഡാ ഇപ്പൊ കാണാമോ? ഷാനു, നീ എന്താ ഇരുട്ടത്തിരിക്കണോ? കരയണാണ് നീ? കോപ്പ ലൈറ്റ് ഇട്ടേ നീ. എന്താ മുഖ അറിയണ നീ? മനുഷ്യനെ പിടിപ്പിക്കണ കാര്യം പറയണം. എനിക്ക് പറ്റുള്ളതാ, പറ്റുള്ള അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണടാ. എനിക്ക് തിരിച്ചു വേണം ഷാനു, എന്റെ കൊച്ചൂസ് എനിക്ക് തിരിച്ചു വേണോടാ. മിണ്ടായിരിക്കല്ലേ, എന്തെങ്കിലും പറ. എന്തു പറയാ? ഒന്നും പറയാനല്ല, ചെയ്യാനേ ഉള്ളൂ. വിളിക്കണവളാ, വിളിച്ച് സംസാരിക്ക്. തിരിച്ചു വേണമെന്ന് പറ. നീ ആദ്യം കരച്ചിലെടുത്ത്. എന്ത് പറഞ്ഞു വിളിക്കൂടാ ഞാൻ അവിടെ? ഒരക്ഷരം പോലും പറയാതെ ഞാനോ എല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് എങ്ങനെ ഫേസ് ചെയ്യണോ ഞാൻ അവളെ? എടാ അവള് നിന്റെ അറിയല്ലേ, അങ്ങനെ വലിച്ചെറിഞ്ഞാ തീരണാണോ നിങ്ങളുടെ റിലേഷൻ? അവക്ക് നീയാടാ എല്ലാം, അതെന്നും അങ്ങനെയാണ്. പിന്നെ ലിറ്ററലി അവൾക്ക് നിന്റെ ഫേസ് കാണാൻ പറ്റൂല, സാധാ കോളല്ലേ. പിന്നെ ഞാൻ എന്ത് പറയാനാണ്? നിനക്ക് നമ്പർ വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചുതരാ. നമ്പർ എൻ്റെ അടുത്തുണ്ട്. നിന്റെ അടുത്തുണ്ടോ? ഓക്കെ, നീ എന്നാ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ വിളിക്ക്, എന്നിട്ട് എന്നെ തിരിച്ചു വിളിക്ക്. ഓക്കെ? ഹലോ ഹലോ, ആരാ? കൊച്ചൂസേ, ഇതാരാ സംസാരിക്കണെന്ന് പറയൂ. നിന്നെ കൊച്ചൂസെന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട്? I think you called someone else. Sorry, wrong number.
Am I speaking to Riya Salim? Yes, you are. Yeah, it's me, Aman. ഞാൻ ഡെൽറ്റയിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂളിൽ. ഇപ്പം ഓർമ്മ വന്നോ? ഓ അമൻ, വോയിസ് കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. പറയൂ. എന്തൊക്കെ എങ്ങനെയൊക്കെ പോണ്? I'm good. Doing my BSc Architecture. Oh, I'm happy for you. Me too. അമ്മനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ നാട്ടിലില്ല, ദുബായില. ഓ നൈസ്, ഗുഡ് ഫോർ യു. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? എന്താ കൊച്ചു ഇങ്ങനെ സംസാരിക്കണേ? എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ അത്രയും വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് ചീത്തെങ്കിലും പറ. ഇങ്ങനെ വേറെ ആരെയും പോലെ സംസാരിക്കല്ലേ. Anyway, it's nice to talk with you, Aman. Hope you're fine. Take care. അവള് നമ്മുടെ റിയല്ലടാ. അവള് പോയി, ഞാൻ ഇല്ലാണ്ടാക്കിയടാ അവള്. ഞാൻ വിളിക്കരുതായിരുന്നു ഷാനു. വേറെ ആരോ പോലെ നമ്മൾ അവളുടെ ലൈഫിലില്ലടാ. അല്ലെങ്കിൽ അവൾക്ക് ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പറ്റൂല. ഞാൻ കാരണം, എൻ്റെ കഴപ്പ് കാരണം. I never should have made you put that fucking promise. I was so fucking selfish, man. പിന്നെ പല്ലി വെച്ചാ പോപ്പേ. എന്താടാ നീ എന്തിനാ കരയണോ? സഹിക്കാൻ പറ്റുള്ളടാ. അതൊന്നും സാരമില്ലടാ, ഞാൻ അതൊക്കെ അന്നേ ആലോചിക്കണ്ടായിരുന്നു. അത് മാത്രം നീ പറയരുത്. ഞാൻ 1000 വട്ടി ഇന്ന് 1000 മോനോട് പറഞ്ഞ നല്ല സാധനം വാങ്ങിച്ചിട്ട് പറഞ്ഞു. അവനെല്ലാം അറിയാം. എന്നിട്ട് ചില്ലറ സെറ്റായില്ല മച്ചാനെ, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. എടാ വൈത്താണ്ടി, ഞാൻ ഈ സാധനം എന്റെ ജീവിതത്തിൽ അടിച്ച് നീ കണ്ടിട്ടില്ല. എൻ്റെ പൊന്ന് ധർമ്മ, നീ ഒന്ന് ഇറങ്ങിപ്പോവേ. എന്റെ ഡാളപ്പിന് പറഞ്ഞായിട്ട് നിന്റെ കൂടെ നല്ലൊരു സാധനം കൊടുക്കാണ് ഞാൻ ഈ മധുരിനെ പറഞ്ഞു വിട്ടത്. എന്നിട്ടാണ് നീ ഇതും വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിന് വെടിയേറ്റ് മരിച്ചിട്ട് ഡാളപ്പെടുത്ത് കാണുമ്പോ സൈക്കോളാ. നീ പറ. ക്ഷമിച്ചു വിടും മച്ചാനെ, ഞാൻ അറിഞ്ഞില്ല. നീ മിണ്ടരുത് മൈരേ, ഞാൻ എന്തടിക്കും. പോപ്പേ നീ എങ്കിലും അടിക്കും. നിന്റെ വിഷമെങ്കിലും മാറട്ടെ. അടിക്കാനുള്ള മൂടൊന്നും ഇല്ല ധർമ്മ, എനിക്ക് വേണ്ട. അടിക്കണമെങ്കിൽ പറയ്, കണക്ഷൻ പിടിക്കാൻ വേറെ ആളുണ്ട്. അച്ഛൻ്റെ അച്ചാറ് ഡാഡപ്പനോട് ക്ഷമിക്ക് മയില്. എന്നാ എനിക്കൊരു ഒഴിച്ചു കൊടുക്കടാ. ധർമ്മ നീ കാൻഡിഡേറ്റോ? Oh fuck, it's Meera Vastevan. ഇല്ലേ? മീര എപ്പടി മറക്ക മുടിയും മീര. ഞാൻ അങ്ങോട്ട് വരാം. ധർമ്മ നീ കേട്ടോ, ഞാൻ അങ്ങോട്ട് വന്നേ. ഹലോ, ഹായ് ഇഷാൻ. ഹലോ. എത്ര നാളായി? വലിയ സിനിമ നടനൊക്കെ ആയല്ലോ, അടിപൊളി ആയല്ലേ? ഏതാ ബ്രാൻഡ്? എക്സ്ക്യൂസ് മീ? അടിച്ചേക്കണ ബ്രാൻഡ്. ആരോടും പറയണ്ട, കുറച്ച് ലോക്കൽ സാധനമാണ്. ജവാനാ?
ഓ ജവാൻ. ഒരു കൂട്ടായി ഞാൻ ചേരും നിതാ ഇനി നിൻ വാഴ്വിൽ താനേ പല കാലങ്ങൾ പറയാത്ത നിൻ കഥയറിയാനായി താനേ ഇനിയൊരു ചുവടും കൂടി ഞാൻ പോരാ വഴി തീരാത്ത ദൂരം ഇനിയുള്ളിനുള്ളിൽ കാണും കനവെല്ലാം ഞാൻ പറയാം നിൻ കാതോരം. ഇനി ഇതുമൊരു പുതുവരിയാ നെഞ്ചമെന്നും താനെ മൂളും ഒന്നിച്ചൊന്നായി താനെ വീണ്ടും നാം ചേരും കഥ ഇതു കാതിൽ ചൊല്ലും കൂട്ടായി വരും ഇന്നെന്റെ പാതയിൽ പകരം തരാം നിറങ്ങളേഴുമേ ഞാനാദ്യമാ ഇനി നിന്റെ ചില്ലയിൽ ചേക്കേറുവാൻ ഇടം തരില്ലേ നീ. അതാരാ? പള്ളിയിലുള്ള കൊച്ച. പള്ളിയിലൊക്കെ പോവോ? ഞാൻ പോവില്ല, അവള് പോവും. കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? ഷാ, നാളെ ഈവനിങ് നമുക്ക് സ്ഥലം വരെ പോകണം. ഞാൻ വന്ന് പിക്ക് ചെയ്യാം. പൊളിക്കോ? പൊളിച്ചോണതാ വെറുതെ പൊളിക്കും. കൈ ഞാൻ വെട്ടും. അച്ഛനെ മിസ് ചെയ്യുമ്പോൾ ഈ വണ്ടി എടുത്തൊരു കറക്കാൻ കറങ്ങും. പിന്നെ എല്ലാം സെറ്റാ. പോവാം.
ഇതൊരു കാര്യം പറഞ്ഞേക്കാം, പണ്ട് 9th ചെയ്ത പോലെ ഒരുമാതിരി തോൽവി പ്രപ്പോസൽ ചെയ്തേക്കല്ലേ, വൻ ബോറായിരിക്കും. ബൈ. Wow. This is really nice. ഒട്ടുക്കത്ത ചിക്കൻ. Air conditioner. Got a little lamp there. Is that Monet? What? What are you thinking? What are you thinking? I don't know. Do you want to fuck me? ഡാറ്റു മിച്ചർ വന്നടാ. ഹലോ, ഗേൾ നെക്സ്റ്റ് ഡോറാ? സത്യം പറശ, ആരാണവള്? ഏതാണവള്? എവിടത്തെയാണവള്? നീ ഇപ്പം എന്താ എനിക്ക് അയച്ചേ? അതോ, അത് നമ്മുടെ റിയയുടെ വെഡിങ് ഇൻവിറ്റേഷനാ. എനിക്ക് കാർഡിന്റെ ഡിസൈൻ ഒത്തിരി ഇഷ്ടായി. നല്ലതല്ലേ? ഹലോ ഷാ, നീ കേക്കണില്ലേ? ഹലോ എന്താ? എടാ, നമ്മുടെ റിയ ഇല്ലേ, അടുത്ത മാസം അവളെ കല്യാണാ. നിന്നെ ഇൻവൈറ്റ്